ഞാനിവിടെയൊക്കെ ഉണ്ട്. നോക്കുകൂലി കാണിക്കുന്നവനെയൊക്കെ വെടിവെച്ച് കൊല്ലും ഞാൻ, എന്നാലേ കേരളം രക്ഷപ്പെടും. കാരണം നമ്മൾ പറയണ്ടേ ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ട്, അങ്ങനെ കൊല്ലേണ്ട ആളുകൾ. ഞങ്ങൾ മതം നോക്കിയിട്ടല്ല സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്, ജാതി നോക്കിയിട്ടല്ല സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്. ഒരു ദൈവാനുഗ്രഹം പോലെയായിരിക്കും മോദിയെ പ്രശംസിക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. കേരളത്തിലെ ചാനലുകളിലും അതുപോലെ തന്നെ പത്രങ്ങളിലുമൊക്കെ നമ്മൾ പഴയ SFIക്കാരാണ് എൻ്റെ തലപ്പത്തിരിക്കുന്നത്. അവർ നമ്മളെ വാർത്തകളൊന്നും കാര്യം കൊടുക്കാത്തതുകൊണ്ടാണോ ഈ ഒരു അവസ്ഥ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ പൊലിപ്പിച്ചെഴുതായിരുന്നു. ആ കിങ് മേക്കറായ പിള്ളക്കുട്ടി സുധാകരൻ്റെയും പിണറായിയുടെയും നാട്ടിൽ പിന്നെ വലിയ വിപ്ലവം സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതായിരുന്നു. നമ്മൾ ഒരു നയ പൈസ കിട്ടേണ്ടിയില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ചെലവാക്കി സമാജത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകളുടെ പ്രസ്ഥാനമാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. എങ്ങനെയാണ് പ്രതീക്ഷ? 24 ഞങ്ങൾ തൃശ്ശൂർ ലോക്സഭ പിടിച്ചു, 25 തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, 26 കേരളം പിടിക്കണമെന്നാണ് ഞങ്ങളെ പൂതി. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു വിസ്മയം ഞങ്ങളായിരിക്കും ചിലപ്പോൾ സൃഷ്ടിക്കാൻ പോകുന്നത്. ഇപ്പം BJPയുടെ ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ കംപ്ലീറ്റായി എല്ലാവരും ഫീൽഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. ദേശീയ ഉപാധ്യക്ഷനായ അബ്ദുള്ളക്കുട്ടിക്ക് എന്താ മത്സരിക്കാത്തെന്താ? ഞാൻ BJPയിൽ വന്ന ഉടനെ മത്സരിച്ച ആളാണ് മലപ്പുറത്ത് ബൈ ഇലക്ഷനിൽ. അപ്പോൾ കുറച്ചാളുകൾ എല്ലാവരും സ്ഥാനാർത്ഥിയാൽ ശരിയാവില്ലല്ലോ. സുരേഷും MD രമേശും അബ്ദുള്ളക്കുട്ടിയൊക്കെ ഈ ഇലക്ഷന് നേതൃത്വം നൽകട്ടെ എന്നായിരിക്കും പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അവർക്കപ്പുറം അബ്ദുള്ളക്കുട്ടി ഒരു മുസ്ലിം ഫേസ്, താങ്കൾ തന്നെ വരുമ്പം പറഞ്ഞത് ദേശീയ മുസ്ലിം എന്ന ഒരു ഫേസിലാണ്. അപ്പം അങ്ങനെ ഒരാൾക്ക് സീറ്റ് കിട്ടണ്ടായിരുന്നില്ലേ? ഓരോ മണ്ഡലത്തെയും കൃത്യമായി പഠിച്ചുകൊണ്ട് ആരെ നിർത്തിയാലാണ് കൂടുതൽ വോട്ട് കിട്ടുക എന്നുള്ള നിലയിലാണ് പരിശോധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി നിങ്ങൾക്കറിയാം, കണ്ണൂരിൽ മണ്ഡലങ്ങളെ പൊതുവെ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു A ക്ലാസ് സീറ്റൊന്നും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കണ്ണൂരിൽ നമ്മൾ വലിയ മുന്നേറ്റം നടന്നു. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം കണ്ണൂരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CPMലെ പൊട്ടിത്തെറിയൊക്കെ. ഞങ്ങൾ മതം നോക്കിയിട്ടല്ല സ്ഥാനാർത്ഥി നിശ്ചയിക്കൽ, ജാതി നോക്കിയിട്ടല്ല സ്ഥാനാർത്ഥി നിശ്ചയിക്കൽ. എന്നാലും പൊതുവെ ഒരു ചർച്ച എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു ചർച്ച, BJPക്ക് മുസ്ലിം വിഭാഗത്തോടൊരു ഐത്തമില്ല എന്ന് പറയുമ്പോഴും മുസ്ലിം സ്ഥാനാർത്ഥികൾ കുറവാണ് എന്നുള്ള ഒരു പൊതുവേ ഒരു ചർച്ചയുണ്ട്. ഇപ്പം കേരളത്തിൽ ഞങ്ങൾ മുസ്ലിം സ്ഥാനാർത്ഥികളെയും പരീക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബ്ദുൽ സലാം സ്ഥാനാർത്ഥിയായിരുന്നു, കള്ളിയത്ത് സത്താർ ഹാജി സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ ഈ വിമർശനം നടത്തുന്നവരൊന്നും അവിടെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ താങ്കൾ കണ്ണൂരിൽ നിന്നാണ്, CPMൻ്റെ SFIയുടെ ഒക്കെ തീപ്പൊരി നേതാവ്, പിന്നെ കോൺഗ്രസ്സിലെത്തി, പിന്നെയാണ് BJPയിലെത്തി. എപ്പോഴെങ്കിലും താങ്കൾക്ക് വേണ്ടായിരുന്നില്ല എന്ന് തോന്നലുണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമല്ല. എൻ്റെ ഒരു രാഷ്ട്രീയ ഗ്രാഫ് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോൾ ആ ചോരത്തിളപ്പിൻ്റെ പ്രായത്തിലാണ് ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെത്തിപ്പെടുന്നത്. അന്ന് എന്തുകൊണ്ടാണ് ഞങ്ങളെപ്പോലത്തെ പ്രായത്തിലുള്ളവരൊക്കെ അതിനോട് ആകർഷകരമായ കാരണം എന്താ? പ്രത്യയശാസ്ത്രമൊന്നുമല്ല. അതായത് റഷ്യയിലും ചൈനയിലും ഒക്കെ അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വാദ്യമാകുന്നൊരു ജീവിതമാണ്. ഭയങ്കര വികസനമാണ്, ഡെവലപ്മെൻറ്റാണ്. അവിടെ പട്ടിണിയില്ല, ദാരിദ്ര്യമില്ല എന്ന് വിചാരിച്ചിട്ടില്ല നമ്മൾ അതിൽ അട്രാക്റ്റ് ചെയ്യപ്പെട്ടത്. വളരെ ദയനീയമായിരുന്നു അവിടെയൊക്കെ സ്ഥിതി എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായത്. 60 കൊല്ലം കോൺഗ്രസ് ഈ രാജ്യത്ത് ഭരിച്ചിട്ട് ഇന്ത്യ വലിയ തോതിൽ പുറകോട്ടടിപ്പിക്കുകയായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾ മാറിയിട്ടുള്ള ഒരു രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ വളരെ വളരെ ശരിയായ നിലപാടാണ്. അതുകൊണ്ട് ഒരു ദൈവാനുഗ്രഹം പോലെയായിരിക്കും മോദിയെ പ്രശംസിക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ CC മുകുന്ദൻ BJPയിൽ വന്നു, രാജേന്ദ്രൻ BJPയിൽ വന്നു. ഇവരുടെയൊക്കെ വാർത്ത കൊടുക്കുമ്പം പ്രധാനമായിട്ട് ചോദിക്കുന്ന കാര്യം അബ്ദുള്ളക്കുട്ടീനെ ഓർമ്മയില്ലേ, അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നത്. ഞാനിവിടെയൊക്കെ ഉണ്ട്. കേരളത്തിലെ ചാനലുകളിലും
അതുപോലെ തന്നെ പത്രങ്ങളിലൊക്കെ നമ്മൾ പഴയ SFIക്കാരാണ് എൻ്റെ തലപ്പത്തിരിക്കുന്നത്. അവർ നമ്മളെ വാർത്തകളൊന്നും കാര്യം കൊടുക്കാത്തതുകൊണ്ടാണോ ഈ ഒരു അവസ്ഥ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ കണ്ണൂരിൽ എനിക്ക് ചുമതലയായിരുന്നു. ഞങ്ങളിവിടെ 4 സീറ്റാണ് പിടിച്ചത്. സത്യത്തിൽ വലിയൊരു മുന്നേറ്റം നടത്തിയത്. എനിക്കൊന്ന് മുഖ്യധാര ചാനലുകളോ മാധ്യമങ്ങളോ ആ വാർത്ത പോലും അവഗണിക്കുകയായിരുന്നു. വേണമെങ്കിൽ പൊലിപ്പിച്ചെഴുതായിരുന്നു. ആ കിങ് മേക്കറായ അബ്ദുള്ളക്കുട്ടി സുധാകരൻ്റെയും പിണറായിയുടെയും നാട്ടിൽ പിന്നെ വലിയ വിപ്ലവം സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതായിരുന്നു. പക്ഷെ ആരും നമ്മളെ മൈൻഡ് ചെയ്തില്ല. ഇതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ചോദിക്കുന്നത്. വെള്ളത്തിൽ മത്സ്യത്തെ പോലെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൽ മത്സ്യത്തെ പോലെ വർക്ക് ചെയ്യുന്നു ജനങ്ങൾക്കിടയിൽ. പിന്നെ താങ്കളുടെ നാട്ടിൽ നിന്നാണ്, കണ്ണൂരിൽ നിന്ന് സുധാകരനാണ് താങ്കളെ കോൺഗ്രസിലേക്ക് ആ സമയത്തൊക്കെ? അല്ല, അത് തെറ്റാണ്. രമേശ് ചെന്നിത്തലയായിരുന്നു. ഓക്കെ, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പോട്ടെ. കണ്ണൂരിലെ താങ്കളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ പ്രധാന നേതാവ് ആ സമയത്ത് സുധാകരൻ തന്നെയാണ്, ഇന്നും സുധാകരൻ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം സുധാകരൻ പാർട്ടി വിടുന്ന അവസ്ഥ വരെ എത്തി. സുധാകരനെ പറ്റി പലപ്പോഴും പറയുമ്പോഴും അദ്ദേഹം BJPയിൽ പോകും എന്നാണ് പൊതുവെ പറയുന്നത്. എപ്പോഴെങ്കിലും താങ്കളുമായിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു താല്പര്യം പുള്ളിക്കുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സുധാകരൻ മാത്രമല്ല, സാക്ഷാൽ EP ജയരാജൻ വരെ അസംതൃപ്തനായപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹങ് അസംബ്ലി വരികയാണെങ്കിൽ അപ്പുറത്ത് MLA ആകുന്ന പലരെയും ഇപ്പുറത്ത് വരേണ്ടി വരും. കേരളം രാഷ്ട്രീയം കലങ്ങി തെളിയും, കലങ്ങി മറിയുന്നൊരു കാലം വിദൂരമല്ല. സുധാകരനടക്കം താല്പര്യമുണ്ട്. അല്ല, സുധാകരനും താല്പര്യമുണ്ട്. സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ EP ജയരാജൻ്റെ കാര്യം നമുക്കറിയാലോ. അപ്പോൾ പലരും ഉണ്ട്. അപ്പം ആ വിധത്തിൽ കേരളത്തിൽ BJP ഒരു തൊട്ടുകൂടാത്ത പാർട്ടിയാണെന്നുള്ളൊരവസ്ഥ മാറിയിട്ടുണ്ട്. അതാണ് പ്രധാന കാര്യം. കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും BJPയിലേക്ക് പോവില്ല എന്നായിരുന്നു അവർ പറയുന്നത്. പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കോൺഗ്രസ്സിലുള്ള ആളുകളൊക്കെ BJPയിലേക്ക് വരികയും വലിയ സാധനങ്ങളൊക്കെ നേടി പോവുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ അത് നടക്കില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും BJPയിലേക്ക് പോവില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് ലേറ്റസ്റ്റ് കാണുന്ന CC ഏറ്റവും അവസാനം CC മുഖേന 58 വർഷത്തെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് MLA CPI സിറ്റിംഗ് MLA ആൾ നിങ്ങളെ കൂടെ വന്നു. അപ്പോൾ BJPയോടുള്ള ഒരു തൊട്ടുകൂടായ്മ ജനപ്രതിനിധികൾക്ക് മാറിയോ, അതല്ല അവർക്ക് എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടാണോ നിങ്ങൾ കൂട്ടുന്നത്? ചിലരുടെ പറയുന്നുണ്ട് BJPയിൽ പോയാൽ കോടികൾ കിട്ടും, പൈസ കിട്ടും, അങ്ങനെയാണ് ആളുകൾ മാറുന്നത്. ഞാൻ പലരും പറയാറുണ്ട്, അങ്ങനെ ചോദിക്കും തമാശക്ക്. ഞാൻ പറഞ്ഞു, ഒരു നയ പൈസ കിട്ടുകയും ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നും ഇതിൽ വന്നിട്ടൊരു കാര്യമില്ല. കോൺഗ്രസ് നിന്ന് നമ്മുടെ കൂടെ വരാൻ അധികം ആളില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ, കുറേ മുസ്ലിം ലീഗ്, കുറച്ച് കേരള കോൺഗ്രസ്. BJPയിൽ കൂടുതൽ വരുന്നത് നിങ്ങൾ ചിലപ്പോൾ പറയുന്നത് എല്ലാ വിഭാഗത്തും വരുന്നുണ്ട്. ഇനിയിപ്പം ആ വിധത്തിൽ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് ഞങ്ങളുടെ കൂടെ ആളുകൾ വരുന്നത്. അച്ഛൻ ചിലപ്പം ലോക്കൽ കമ്മിറ്റി മെമ്പറായിരിക്കും, അമ്മ മഹിളാ അസോസിയേഷൻ്റെ വർക്കിനൊക്കെ പോയിരിക്കും. പക്ഷെ മക്കൾ 2 നരേന്ദ്രമോദീൻ്റെ ഫാനാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളം മാറാൻ കുറച്ച് സമയം എടുക്കുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ വലിയ മാറ്റം ഉണ്ടാവും. ഒരു കാലത്തും കണ്ണൂരിൽ CPMൽ വലിയ പ്രശ്നം അങ്ങനെ കേൾക്കാറില്ല, മറ്റ് പലയിടത്തും ഉണ്ടായിരുന്നു. എന്താണ് കണ്ണൂരിലെ CPMൽ സംഭവിക്കുന്നത്? ബോംബല്ല, ബാലിസ്റ്റിക് മിസൈലാണ് വീണ് പൊട്ടിയിരിക്കുന്നത്. TK ഗോവിന്ദൻ മാഷ് CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നിട്ട് മത്സരിക്കുകയാണ് അദ്ദേഹം. പിണറായി വിജയൻ്റെ തട്ടകം, അത് വലിയ ഷോക്കാണ് പയ്യന്നൂരും തളിപ്പറമ്പും അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതുപോലൊരു പെരുന്നാളിൻ്റെ തലേന്ന് ഫസൽ എന്ന് പറയുന്ന ഒരു പയ്യനെ ക്രൂരമായി വെട്ടിക്കൊന്നു. അതിനേക്കാൾ ക്രൂരത എന്തായിരുന്നു അറിയാം? അവൻ്റെ ചോരയിൽ മുക്കിയ ഉറുമാൽ RSSൻ്റെ കാര്യാലയത്തിൽ കൊണ്ടിട്ടു. പെരുന്നാളിൻ്റെ തലേന്നാണ് നോക്കണം. അവിടെ വീണ്ടും ഒരു ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കുക എന്നുള്ള ക്രൂരതയായിരുന്നു അവരാലോചിച്ചത്. CBI അന്വേഷിച്ചു. അതിലെ പ്രധാന പ്രതി കാരായി രാജനായി. രാജനെ CBI ജയിലിലാക്കുക മാത്രമല്ല, നാട് കടത്തപ്പെട്ട ആളാണ്. അദ്ദേഹത്തെയാണ് പിണറായി വിജയൻ സ്ഥാനാർത്ഥിയാക്കിയത്. പാവൻ ഷംസീർ എന്ത് തെറ്റാ ചെയ്തത്? കാരണം പിണറായിയുടെ ക്രിമിനൽ സംഘത്തിൻ്റെ തലവനാണ് കാരായി രാജൻ. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഗോവിന്ദൻ മാഷ് തൻ്റെ കെട്ടിയുള്ള സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അവിടെ കലാപമാണ്. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി TI മധുസൂദൻ എന്ന് പറയുന്നത്
വ്യാജ റെസീറ്റ് അടിച്ച് കാശ് പിരിക്കുന്ന ആൾ എന്നുള്ളത് പരാതി, രക്തസാക്ഷി ഫണ്ട് മുക്കിയ ആൾ എന്ന പരാതി. എന്നിട്ട് അത് ശരിയാണെന്ന് കണ്ടിട്ട് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ തരം താത്തിയിരുന്നു. പിന്നെ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയാക്കൽ? അതിനെതിരായിട്ടുള്ള കലാപമാണ് ഇത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കണ്ണൂർ ജില്ലയിൽ CPMൻ്റെ ഒരു വലിയ തകർച്ചയുടെ ഒരു തുടക്കമായിരിക്കും. CPMലെ നിരാശരായ ജനങ്ങൾ സ്വാഭാവികമായും മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ്സിലാണ് പോകേണ്ടത്. പക്ഷെ കോൺഗ്രസ്സിലാണെങ്കിൽ അതിനേക്കാൾ തമ്മിലടിയാണ്. ആ വാഴക്കൻ, ജോസഫ് വാഴക്കൻ്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് തന്നെ 25 ലക്ഷം പോയി. 25 ലക്ഷം പോയി. എനിക്കെന്നെ സങ്കടം വന്നുപോയി. 25 ലക്ഷത്തിൻ്റെ മെറ്റീരിയൽ അടിച്ചു വെച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ദീപ്തി എറണാകുളത്തെ, അവളും പോസ്റ്റ് അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെന്ത് പാർട്ടിയാണ്? ഇപ്പം സുധാകരൻ്റെ കാര്യം നൈസായിട്ട് സെറ്റിലാക്കി എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത്ര പെട്ടെന്ന് സെറ്റിലായിട്ടുണ്ടാവുമോ? അദ്ദേഹം സത്യത്തിൽ മുറിവേറ്റ ഒരു 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 സിംഹം ആണ്. അപ്പം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ചില പണി ചില സ്ഥലത്തൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അയാൾ അനുയായികൾ എന്ന് പറഞ്ഞാൽ വികാരജീവികളാണ്. അതായത് വിവേകം കുറച്ച് കുറവാണ്, വെറും വികാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ സുധാകരൻ സ്ഥാനാർത്ഥിയാകുന്ന നിങ്ങൾ ചാനലുകൾ പ്രഖ്യാപിച്ചപ്പോൾ പടക്കം പൊട്ടിച്ച ആളുകൾക്ക് അവിടെ കാലുവാരുന്നാന്ന് എനിക്ക് തോന്നുന്നു. ഈ ശബരിമല വിഷയം, ശബരിമല സ്വർണ്ണപ്പാളി കളവ് കേസിൽ ഒരുപാട് പേര് അറസ്റ്റിലായി, മിക്കയാളും പുറത്തിറങ്ങി. ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണോ? അതിൽ സത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് നമുക്കറിയാം പോറ്റിയാണ്. പക്ഷേ പോറ്റിയുടെ ഉസ്താദ് കടകംപള്ളി സുരേന്ദ്രനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ചെറുപ്പക്കാർക്ക് ആദ്യം കൊടുക്കുന്നത് നിരീശ്വരവാദ ഭൗതികവാദ ക്ലാസ്സാണ്. ദൈവമില്ലാന്ന് അവരെ പഠിപ്പിക്കുന്നത്. ദൈവമില്ലാന്ന് പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ ആരെയാ പേടിയുണ്ടാവുക? പണ്ട് ഗണപതി ഹോമം നടത്തിയാൽ, വീടുണ്ടാക്കുമ്പം ഗണപതി ഹോമം നടത്തിയാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. ശബരിമലക്ക് പോകാൻ കറുപ്പെടുത്താൽ പാർട്ടിയിൽ നിന്ന് താക്കീത് ചെയ്യുമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. അപ്പം CPMനകത്ത് ഞാൻ ഉയർത്തിയിരുന്ന ചില വിഷയങ്ങൾ ഇപ്പം പതിയെ പതിയെ CPMനകത്ത് പോലും അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ താങ്കളുടെ വിശ്വാസത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പടി പുറകോട്ട് പോകേണ്ട വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും മതത്തിൻ്റെ ഒരു പാർട്ടിയാണെന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. വരുന്ന ഇലക്ഷൻ BJP ജയിച്ചു വരികയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു മാറ്റമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സാമ്പത്തിക കടക്കെണിയിലാണ്. കേരളം രക്ഷപ്പെടണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സ്പെഷ്യൽ അസിസ്റ്റൻ്റ് കിട്ടുന്ന ഒരു ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ് ഇവിടെ വരണം. എന്നാലേ കേരളം രക്ഷപ്പെടും. അല്ല കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും ഈ നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ അതിൻ്റെ 2 റീച്ച് ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയനെ ക്ഷണിച്ചു, വന്നില്ല. പിണറായിക്ക് വരാതിരിക്കാൻ കാരണം എന്താണെന്നറിയാം? മരുവനെ ക്ഷണിക്കാത്തത് കൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം നിരീശ്വരവാദിയാണെങ്കിലും പടച്ചോൻ തോന്നിച്ചതാണ്. കാരണം ഇവന്മാരായിരുന്നു ഈ നാഷണൽ ഹൈവേ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്രയോ കാലം സമരം നടത്തിയത്. എല്ലാ വികസനത്തിനെതിരെ, ഒരു റോഡിനെതിരായിരുന്നു. അപ്പോൾ ദൈവം തോന്നിച്ചു കൊടുത്തു പോണ്ട, മരുമോൻ്റെ പേരിലാണ്. മരുമോനെ എങ്ങനെയാണ് ആ പരിപാടിയിൽ ക്ഷണിക്കുക? ഇത് കമലേടത്തീൻ്റെ വീട്ടിലെ എന്തെങ്കിലും ചടങ്ങല്ല മരുമോന പുതിയാപ്പളേന പ്രധാനമായ അതിഥിയായി ക്ഷണിക്കാൻ. ഇത് PWDൻ്റെ പരിപാടിയല്ല, ഇത് NHIയുടെ പരിപാടിയാണ്. ഇവർ പറയും നമ്മൾ 5,000 കോടിയിലധികം കൊടുത്തിരുന്നു. പഞ്ചാബ് 13,000 കോടി കൊടുത്തിട്ടുണ്ട് സ്ഥലം എടുക്കാൻ, ബംഗാൾ കൊടുത്തിട്ടുണ്ട്, മഹാരാഷ്ട്ര 26,000 കോടി കൊടുത്തു. എല്ലാ സ്റ്റേറ്റും ചെറിയൊരു വീതമുണ്ട്. ഇത് 1,00,000 കോടിയോളം ഉറുപ്പിയുടെ ഒരു വലിയ പദ്ധതിയിൽ 5,000 കോടി കൊടുത്തുകൊണ്ട് അവരാവുക പ്രധാനം. ഇവിടെ സോഫ്റ്റ്വെയർ കമ്പനികൾ വരാത്തതുകൊണ്ടാണ്. ഇവരെ ഹർത്താലും ബന്ധും നോക്കുകൂലിയും കൊണ്ടാണ്. അത് ഞങ്ങൾ നിയമം മൂലം അവസാനിപ്പിക്കും, അധികാരം ഉപയോഗിച്ച് അവസാനിപ്പിക്കും. അതായത് നോക്കുകൂലി കാണിക്കുന്നവനെയൊക്കെ വെടിവെച്ച് കൊല്ലും ഞങ്ങൾ, എന്നാലേ കേരളം രക്ഷപ്പെടും. കാരണം നമ്മൾ പറയുന്നത് ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടെന്ന്, അങ്ങനെ കൊല്ലേണ്ട ആളുകളാണ്. പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ 4-5 ലക്ഷത്തിലധികം കോടിയുടെ കടം ഞങ്ങൾ അധികാരം ഏൽപ്പിച്ചാൽ മഴവെള്ളം കുടിവെള്ളമാക്കിയിട്ട് ആ കടം തീർക്കും.
മഴവെള്ളം കുടിവെള്ളമാക്കി കടന്നു തീർക്കും. അങ്ങനെയുള്ള ചില ഐഡിയാസ് ഉണ്ട്. അത് നരേന്ദ്രമോദി ടീമിനുണ്ട്. അത് കേരളം തിരിച്ചറിയണം, ചെറുപ്പക്കാർ തിരിച്ചറിയണം. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അത് ഒരു കാലത്ത് കോൺഗ്രസിനോട് എൻ ബ്ലോക്കായി നിന്ന ആളുകളാണ്. ഇവരുടെ ഇടയിലൊക്കെ BJP കുറേ പരിപാടികളൊക്കെ നടത്തിയായിരുന്നു അവരെ കൂടെ ചേർത്ത് നിർത്താൻ. അത് പക്ഷേ അങ്ങ് ഏശിയില്ലേ? കേരളത്തിൽ ഏറ്റവും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം. KM ഷാജി പറയുന്നില്ല, മതമാണ് പ്രശ്നം, ഇനി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ പിടിച്ചു വാങ്ങും, തിരിച്ചു പിടിക്കും എന്നാണ് ഷാജി പറയുന്നത്. എൻ്റെ KM ഷാജി എൻ്റെ പ്രസംഗം കേട്ടാൽ ഒറ്റ ക്രിസ്ത്യാനികൾ എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നില്ല. ഇപ്പം തന്നെ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് പലതും കിട്ടുന്നില്ല എന്നുള്ളതാണ് പല കമ്മീഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തിയിട്ടുള്ളത്. പിണറായി വിജയൻ വയനാട്ടിൽ 178 ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തല്ലോ. ആ ഫണ്ടായിരുന്നെന്നറിയോ? നരേന്ദ്രമോദി കൊടുത്ത 529 കോടി ഉറുപ്പ്യെന്നാണ് ആ വീടുണ്ടാക്കാൻ, ആ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ ഫണ്ട് ചിലവാക്കിയിട്ടുള്ളത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് തിരക്കിലായതുകൊണ്ടോന്നറിയില്ല, ഒരാളും അത് ഇൻവെസ്റ്റിഗേറ്റ് നടത്തി വാർത്ത പുറത്തു കൊണ്ടുവന്നില്ല. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ BJPക്ക് ജനങ്ങളോട് പറയാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 779 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലെടുത്ത് ജനങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു നയപ്പ ചിലവാക്കിയിട്ടില്ല. കേരള ഗവൺമെൻറ് തനത് ഫണ്ട് ചിലവാക്കിയിട്ടില്ല. സത്യത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു സഹായം ഇല്ലെങ്കിൽ ഈ ഖജനാവും പൂട്ടി പിണറായി വിജയൻ വീട്ടിൽ പോയിരിക്കേണ്ടി വരും.